സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശിഷ്ടങ്ങളായ നാമങ്ങളുടെ, പേരുകളുടെ അർത്ഥവും ആശയവും അത് മുഖേന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസ ദാർഢ്യതയും ഇത് വിശദീകരിക്കുന്നതിനോടനുബന്ധിച്ച് അല്ലാഹുവിന്റെ അർ റഹ്മാൻ, റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം എന്നീ നാമങ്ങളും അവയുടെ അർത്ഥ ആശയങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസുകളിലൂടെ വിശദീകരിച്ചത്. അല്ലാഹുവിന്റെ മറ്റൊരു അതിവിശിഷ്ടമായ നാമമാണ് അൽ മുഅ്മിൻ. വിശുദ്ധ ഖുർആനിൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനു അൽ മുഹൈമിനു അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ എന്നിങ്ങനെ സൂറത്തുൽ ഹശ്റിൽ ഒറ്റ സ്ഥലത്തായി തന്നെ കുറെ നാമങ്ങൾ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. അൽ മുഅ്മിൻ എന്ന് അല്ലാഹുവിന്റെ നാമമായി, പടച്ചതമ്പുരാന്റെ പേരായി ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. മുഅ്മിൻ എന്നത് അല്ലാഹുവിന്റെ നാമമാണ് എന്നതിനാൽ അബ്ദുൽ മുഅ്മിൻ എന്ന് പേരിടാവുന്നതാണ്. കാരണം അൽ മുഅ്മിൻ അല്ലാഹുവിന്റെ നാമമാകുന്നു. സാധാരണഗതിക്ക് മുഅ്മിനീങ്ങൾ മുഅ്മിൻ എന്ന് പറയുന്ന ഉദ്ദേശമല്ല ഇവിടെ ഉള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. സത്യവാന്മാരും അർഹരുമായ ആളുകൾക്ക് അഭയവും വിശ്വസ്തതയും നൽകുന്നവൻ എന്നാണ് അതിന് പറയാവുന്ന ഏകദേശ ആശയം. അഭയം നൽകുന്നവൻ എന്നൊറ്റ വാക്കിൽ പറയാം. അർഹരായ ആളുകൾക്ക്, സത്യവാന്മാരായ ആളുകൾക്ക് അഭയവും വിശ്വസ്തതയുമൊക്കെ നൽകുന്നവൻ, അമ്ന് നൽകുന്നവൻ, അതാണ് അൽ മുഅ്മിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ പേരുകളിൽ അൽ മുഅ്മിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്റെ നാഥൻ അർഹരായ എല്ലാ ആളുകൾക്കും, വിശ്വാസികൾക്കും അവരുടെ ഭയത്തിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് നിർഭയത്വം നൽകുന്ന ഏറ്റവും വിശ്വസ്തനായ നാഥനാകുന്നു എന്ന ആശയമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. മഹാനായ ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അൽ മുഅ്മിൻ എന്ന അല്ലാഹുവിന്റെ ഈ നാമത്തിന് വിശദീകരണം നൽകുന്നിടത്ത് അദ്ദേഹം പറയുന്നു, വിശദീകരിക്കുന്നു, അല്ലദീ യുഅമ്മിനു ഖൽഖഹു മിൻ ളുൽമിഹി, അവന്റെ സൃഷ്ടികൾക്ക് അവൻ നിർഭയത്വം ഉറപ്പു നൽകുന്നു, അവൻ നിർഭയത്വം വാഗ്ദത്തം ചെയ്യുന്നു. മിൻ ളുൽമിഹി, അനീതിയിൽ നിന്നവൻ നിർഭയത്വം ഉറപ്പു നൽകുന്നു. വലാ യളിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. എല്ലാവർക്കും അവൻ ഉറപ്പ് നൽകുകയാണ്, അഭയം നൽകും. അവൻ ആ നിലക്ക് കൃത്യമായി മനുഷ്യർക്കെല്ലാവർക്കും, വിശ്വാസികൾക്ക്, അർഹരായവർക്ക് അഭയം നൽകുന്നവനാകുന്നു. അതാണ് അൽ മുഅ്മിൻ. അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തഫ്സീർ ഫത്ഹുൽ ഖദീറിൽ രേഖപ്പെടുത്തി കാണാം, അൽ മുഅ്മിൻ ഐ അല്ലദീ വഹബ ലിഇബാദിഹിൽ അംന മിൻ അദാബിഹി, അവന്റെ അടിമകൾക്ക് അവന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വം ഉറപ്പുവരുത്തിയവനാണവൻ, നിർഭയത്വം നൽകുന്നവനാണവൻ എന്ന് ആ നിലക്കും വിശദീകരിച്ച് കാണാം. എന്തായിരുന്നാലും ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന പടച്ചതമ്പുരാനിൽ മാത്രമുള്ള ഏറ്റവും അതിവിശിഷ്ടമായ ഗുണമാണ് എല്ലാവർക്കും അഭയം നൽകാൻ, നിർഭയത്വം നൽകാൻ. ഭയരഹിതമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് മോചനം നൽകി സമാധാനവും ശാന്തിയും നൽകാൻ പടച്ചതമ്പുരാന് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്റെ നാഥനാണ് അതിന് കഴിവുള്ളവൻ. ആ നിലക്ക് അമ്ന് നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആ മുഅ്മിനിന്റെ അബ്ദാണ് ഞാൻ എന്നാണ് വിശ്വാസി ഈ നാമം അല്ലാഹുവിനെ യാ മുഅ്മിൻ എന്ന് വിളിക്കുമ്പോൾ, അഭയമില്ലാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ യാ മുഅ്മിൻ, അഭയം നൽകുന്നവനെ
നീ എനിക്ക് അഭയം നൽകണേ നിന്റെ ശിക്ഷയില്ലെന്ന് എന്നൊക്കെ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചവന്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ടുന്ന വിശ്വാസം അതാണ്. പരിശുദ്ധ ഖുർആൻ അത് വാഗ്ദത്തം ചെയ്യുന്നു. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 86-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു, അല്ലദീന ആമനൂ, വിശ്വസിച്ചവർ, വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, അവരുടെ ഈമാനിൽ അവരുടെ വിശ്വാസത്തിൽ ളുൽമ കലരാതിരിക്കുകയും, വിശ്വാസത്തിൽ ളുൽമ കലരാതിരിക്കുക അഥവാ പ്രവാചകൻ അത് വിശദീകരിച്ചു തന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന ളുൽമ ശിർക്കാണ്. വിശ്വാസത്തിൽ അല്പം പോലും അല്ലാഹു ഇഷ്ടപ്പെടാത്ത ശിർക്ക് കലരാതെ തന്റെ വിശ്വാസത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ ആ ആളുകളൊക്കെ അല്ലാഹുവിന്റെ നിർഭയത്വം കിട്ടാൻ അർഹരാണ്. ഉലൈക ലഹുമുൽ അംനു, അക്കൂട്ടർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാകുന്നു നേർമാർഗം സിദ്ധിച്ച ആളുകളും. പരലോകത്ത് നിർഭയരായി വരുന്ന ആളുകളും നരകത്തിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകളും ആരാണ് ഖൈർ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അഫമയ്യുൽ ഖാ ഫിന്നാരി ഖൈറുൻ അമ്മയ്യതി ആമിനൻ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്ത് നിർഭയത്വം കിട്ടുന്ന ആളുകൾ എത്രമാത്രം വലിയൊരു ഭാഗ്യമാണത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് എല്ലാവരും ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നരകാഗ്നിയിലെ ശിക്ഷ അനുഭവിക്കുമ്പോൾ വിശ്വാസികൾ ഈമാനിൽ ശിർക്ക് കലരാതെ അല്ലാഹുവിങ്കൽ നിന്നുള്ള നിർഭയത്വം മോഹിച്ചുകൊണ്ട് പടച്ചതമ്പുരാനിലുള്ള വിശ്വാസത്തിൽ ഒരു കളങ്കവും ചേരാതെ കളങ്കം വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഏതൊക്കെയാണ് ശരിക്കും ഞാൻ പഠിക്കേണ്ടത് വിശ്വസിക്കേണ്ടതെന്ന് അന്വേഷിച്ചുകൊണ്ട് അഖീദയെ, തന്റെ വിശ്വാസത്തെ സുരക്ഷിതമാക്കി നിലനിർത്തിയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, ഏറ്റവും വലിയ പേടിയും ഭീതിയുമൊന്നും അവരെ ദുഃഖിപ്പിക്കുന്നതല്ല. കാരണം അവർക്ക് അല്ലാഹു ഓഫർ ചെയ്തിരിക്കുന്നത് അംനാണ്, നിർഭയത്വം തരാൻ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ശുദ്ധ ഖുർആൻ പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. ആര് നല്ല കാര്യം കൊണ്ടുവരുന്നുവോ, നന്മ ആര് പ്രവർത്തിക്കുന്നുവോ അവനതിനേക്കാൾ ഖൈറായതാണ് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത്. തന്നെയുമല്ല, എല്ലാ രൂപത്തിലുള്ള പേടികളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും അവർ നിർഭയരുമാകുന്നു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. മരണത്തിന്റെ മുമ്പേ ഭയപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഈ ലോകത്ത് വെച്ച് മനുഷ്യൻ ഭയത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം, എത്രയോ രാഷ്ട്ര നേതാക്കന്മാരെ അറിയാം, എത്രയോ രാജ്യത്തുള്ള പാവപ്പെട്ട മുസ്ലിം ഉമ്മപങ്ങന്മാരെ കുറിച്ചറിയാം. സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കഴിയാതെ മാനസികമായി വെപ്രാളപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജോലിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ സമാധാനത്തോടുകൂടി വീടടച്ച് രാത്രി ഒന്ന് ആശ്വസിച്ചുറങ്ങാൻ കഴിയാതെ ഭയത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ് അംന്, നിർഭയത്വം. ആമനഹും മിൻ ഖൗഫ്, പേടിയുള്ള അവസ്ഥ മാറ്റിയിട്ട് അവർക്ക് നാം നിർഭയത്വം നൽകിയില്ലേ എന്ന് മക്കയിലെ ഖുറൈശി വർഗത്തിന് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തിനെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് നമുക്ക് സുപരിചിതമായ അധ്യായത്തിൽ കാണാം. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ ബൈത്തിന്റെ നാഥനെ, കഅബയുടെ നാഥനെ അവർ ആരാധിക്കട്ടെ. ആരാണ് അല്ലാഹു? അല്ലദീ യത്അമഹും മിൻ ജൂഅ്, വിശപ്പിന് പരിഹാരമായി കൊണ്ട് അവൻക്ക് ആഹാരം നൽകിയവനാണവൻ. വആമനഹും മിൻ ഖൗഫ്, ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സമാധാനത്തിന്റേതായ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് എവിടെയും യാത്ര ചെയ്യാനും സുരക്ഷിതമായി ജീവിക്കാനും വേണ്ടത് ചെയ്തു കൊടുത്തവനാണ് അല്ലാഹു. അത് ചെയ്തു കൊടുക്കാൻ പടച്ചവന് മാത്രമേ കഴിയൂ. അവൻ മാത്രമാണ് അൽ മുഅ്മിൻ. അവനെ അഭയം നൽകാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരുപാട് അവസരങ്ങൾ മരണത്തിന്റെ മുമ്പുള്ളതുപോലെ അതിനേക്കാൾ ഭീകരമാണ്. ഏറെ ഭയപ്പെടുന്ന അവസരങ്ങളാണ് മരണം, മരണത്തിന്റെ നേരത്തുള്ള ഭീതി, മരണാനന്തരം ഖബറിൽ വെക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ, ബർസഖിയായ ലോകത്തുള്ള ഭീതി. അതുകൊണ്ടാണല്ലോ ഖബറിൽ വെക്കപ്പെട്ട വിശ്വാസിയെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. സലൂ ലഹു തസ്ബീത്, നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം.
ഖബറടക്കപ്പെട്ട വ്യക്തിയുടെ സ്ഥൈര്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഫഇന്നഹു ലാന യുസ്അൽ, അദ്ദേഹം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ മലായികത്തുകളുടെ ചോദ്യത്തിന് വിധേയമാകുന്ന ഖബർ ജീവിതത്തിലെ പേടി, ഖബർ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒറ്റക്കുള്ള അവസ്ഥയിൽ, വഹീദൻ ഫരീദൻ, ഒറ്റയ്ക്ക് ഏകനായിക്കൊണ്ട് ആരാരും തുണയില്ലാതെ താൻ ചെയ്തിട്ടുള്ള അമലുകൾ മാത്രം, ഖൈറാണെങ്കിൽ ഖൈർ, ശർറാണെങ്കിൽ ശർറ്, അതിൻ്റെതായ ആ ഒരു തണലിൽ മാത്രം കഴിയുന്ന ഖബർ ജീവിതം. ഉറ്റവരുടെയും ഉടയവരുടെയും കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ പോലും ഞാൻ ഒറ്റപ്പെട്ടുവോ എന്ന് പേടിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന മനുഷ്യൻ, ആരാരുടെയും സഹായമില്ലാതെ, തുണയില്ലാതെ, ഇണയില്ലാതെ, 6 അടി മണ്ണിലെ ഇരുളാർന്ന ആ ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന ഭീരുജനകമായ ഒരവസ്ഥ നമുക്കത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ ശിക്ഷ നടക്കുക കൂടി ചെയ്താലോ? നമസ്കാരത്തിൽ നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ഭീരുജനകമായ അവസ്ഥയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നീ എനിക്ക് മോചനം തന്നുകൊണ്ട് നീ എനിക്ക് നിർഭയത്വം നൽകണേ എന്ന ആശയമാണ് അവിടെയുള്ളത്. ഖബറാളിക്ക് ചുറ്റും ഖബറടക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ, പണ്ഡിത ലോകം ക്രോഡീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ അർത്ഥവത്തായ പല വാചകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു വാക്ക് നമുക്ക് കാണാം, മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഇ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ആമിൻഹു, ആ മയ്യത്തിന്, സഹോദരന്, സഹോദരിക്ക് നീ നിർഭയത്വം പ്രദാനം ചെയ്യണേ, മിൻ കുല്ലിൽ ഫസഇ, ഖബറിലെ എല്ലാ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിന്നും അദ്ദേഹത്തിന് നിർഭയത്വം നൽകണേ. കേട്ടോ, ഖബറിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. ഏതവസരത്തിലും നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവരുടെ ബർസഖിയായ ജീവിതത്തിലെ ഭീതിയിൽ നിന്ന്, പേടികളിൽ നിന്ന് അവർക്ക് പടച്ചവനെ ഇനി ആശ്വാസം നൽകണേ എന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. കാരണം അമ്ന് നൽകുന്ന, നിർഭയത്വം നൽകുന്ന, അതിന് കഴിവുള്ള ഒരൊറ്റ ശക്തി മാത്രമേ വിശ്വാസിയുടെ മനസ്സിലുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആത്യന്തികമായി നമുക്ക് അഭയം നൽകാൻ, നമുക്ക് കാവൽ നൽകാൻ, നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്, അവന്റെ ഈ നാമം നമ്മെ അറിയിച്ചതിലൂടെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിങ്കൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അമ്ന്, നിർഭയത്വം എന്ന അവസ്ഥ എന്നതിനാൽ വിശ്വാസികളോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് അല്ലാഹു നിർഭയത്വം നൽകുന്നത് നിങ്ങൾ എത്രമാത്രം ആശിക്കുന്നുവോ ഇതുപോലെ നിങ്ങൾ മുഖേന മറ്റൊരാൾ ഭയപ്പെടാൻ ഇടവരരുത്. നീ ആയുധം ചൂണ്ടി ഒരാളെ പേടിപ്പിക്കാൻ പാടില്ല. നീ കനത്ത വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒരാളെ ഭയപ്പെടുത്താൻ പാടില്ല. ഏതൊരു വിശ്വാസിയുടെയും മനുഷ്യന്റെയും മനസ്സിന് സമാധാനം ചൊരിയുന്ന, ശാന്തി ചൊരിയുന്ന, അവന്റെ മനസ്സിന് നിർഭയത്വം പ്രദാനം ചെയ്യുന്ന വാക്കുകളും നോക്കുകളും മാത്രമേ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാവൂ, അവന്റെ പെരുമാറ്റത്തിൽ പോലും പ്രകടമാകാവൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഏതുപോലെ റഹ്മാനായ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് ആശിക്കുന്നവരോട് അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ മനുഷ്യരെ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചത് പ്രവാചകന്റെ ആ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റഹ്മാൻ റഹീം എന്ന നാമം വിശദീകരിച്ചപ്പോൾ വിശദീകരിച്ച ഈ അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഇതുപോലെ അല്ലാഹുവിങ്കൽ നിന്ന് ഈ ഭൗതികമായ ലോകത്ത് മരിക്കുന്നതിന്റെ മുമ്പുള്ള ഏറ്റവും വലിയ ഭയകരമായ അവസ്ഥകളിൽ നിന്ന്, മരണസമയത്തുള്ള പേടിയിൽ നിന്ന്, മരണാനന്തരം ബർസഖിയായ ഖബർ ജീവിതത്തിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന്, എല്ലാത്തിനും ഉപരിയായി മഹ്ശറിലെ ഭയാനകമായ, ഭീകരമായ, ബീഭത്സമായ ആ പേടിക്കുന്ന ദിനത്തിലെ പേടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആശിക്കുന്നുവോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവർക്കും അമ്ന് നൽകണം, നിങ്ങൾ നിർഭയത്വം ഉറപ്പുവരുത്തണം, നിങ്ങൾ അവരെ ഭീതിപ്പെടുത്തരുത്, നിങ്ങൾ മുഖേന അവർ ഭയപ്പെടാനിടവരരുത്. നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കാരണമായി ഒരാൾക്കും ഭയവും വിഷമവും ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി,
ഒരു മുസ്ലിം അവൻ ശരിയായ മുസ്ലിമാകുന്നത് അവൻ നിസ്കരിക്കുന്നതിലൂടെ മാത്രമല്ല, നോമ്പെടുക്കുന്നതിലൂടെ മാത്രമല്ല, സകാത്തും ഹജ്ജുമൊക്കെ നിർവഹിക്കുന്നതിലൂടെ മാത്രമല്ല. യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമാകുന്നത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന, ഇതര മുസ്ലിമീങ്ങളൊക്കെ രക്ഷപ്പെടണം. മിൻ ലിസാനിഹി വയദിഹി, ഇവന്റെ നാവ് കൊണ്ടൊരു ശർറുണ്ടായിട്ട് അവർക്ക് ഉഭയമുണ്ടാകരുത്. അതുപോലെ തന്നെ വയദിഹി, ഇവന്റെ കൈകൊണ്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും മറ്റുള്ളവരൊക്കെ സുരക്ഷിതരാവണം. എങ്കിലേ യഥാർത്ഥ മുസ്ലിമാകൂ. മുസ്ലിമിന്റെ സ്വഭാവം നന്നാകണം. മുസ്ലിം ഇബാദത്തുകൾ ചില ചടങ്ങുകൾ എന്ന നിലക്ക് നിർവഹിച്ചാൽ പോരാ, അവൻ നിർവഹിക്കുന്ന ആരാധനകളിൽ നിന്നൊക്കെ നേടിയെടുക്കുന്ന വലിയ ആശയങ്ങൾ അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ സംസാരത്തിൽ, അവന്റെ ഇടപെടലുകളിൽ എല്ലാം പ്രകടമാവണം. എങ്കിലേ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ, എങ്കിലേ സമ്പൂർണ്ണ മുസ്ലിമാവുകയുള്ളൂ എന്ന് പ്രവാചകൻ പറയുന്നു. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. ആവർത്തിച്ച് സത്യം ചെയ്തുകൊണ്ട്, ഖസം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, വിശ്വാസിയാവുകയില്ല. അള്ളാഹിനെ തന്നെയാണ് സത്യം, ഒരാൾ വിശ്വാസിയാവുകയില്ല. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വിശ്വാസിയാവൂല കേട്ടോ. റസൂലുള്ള 3 തവണ ആവർത്തിച്ചതിന്റെ ഗൗരവം പറഞ്ഞിട്ട് പറയുന്നു. അപ്പൊ ചോദിക്കപ്പെട്ടു റസൂലുള്ളയോട്, വമൻ യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാ പ്രവാചകരെ അങ്ങീ മുന്നറിയിപ്പ് നൽകുന്നത്? ആരെക്കുറിച്ചാണ് അങ്ങീ ആശങ്കയോടുകൂടെ സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണവൻ? അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, തന്റെ അയൽവാസി തന്റെ ശർറിനെ കുറിച്ച് നിർഭയരാകാത്ത ഒരു മനുഷ്യൻ അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനാവുന്നതല്ല. തന്റെ അയൽവാസി തന്നെ കുറിച്ച് വിഷമത്തിലാണ്, തന്റെ അയൽവാസിക്ക് തന്നെ കുറിച്ച് പേടിയാണ്. കാരണം അയൽക്കാരനായ തന്നില്ലെന്ന് ഏതവസരത്തിലും ഷർറാണ്, ഏതവസരത്തിലും ബുദ്ധിമുട്ടിക്കലുകളാണ്, ഏതവസരത്തിലും പ്രയാസപ്പെടുത്തലുകളാണ്, കഷ്ടപ്പെടുത്തലുകളാണ് ഈ ആളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ളവർ അയൽക്കാരൻ ഉണ്ടായിരിക്കെ ആ അയൽക്കാരൻ ഒരിക്കലും വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു നിർഭയനാവുകയില്ല. അവന് ആഖിറത്തിൽ രക്ഷ കിട്ടുന്ന യഥാർത്ഥ നിലക്കുള്ള മുഅ്മിനായി മാറുകയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ പ്രയോഗത്തിലൂടെ റസൂലുള്ളാഹി എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അല്ലാഹുവിങ്കൽ നിന്ന് അംനാശിക്കുന്ന നിർഭയത്വം, എനിക്ക് എന്റെ എല്ലാ പേടികളുടെ അവസ്ഥയിൽ നിന്നും റബ്ബേ നീ എന്നെ കാക്കണം എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, ആശിക്കുന്ന, അതിനുവേണ്ടി ദാഹിക്കുന്ന എല്ലാ വിശ്വാസികളും മറ്റുള്ളവർക്കും നിർഭയത്വം നൽകണം. തന്റെ കൈ മുഖേന, തന്റെ നാക്ക് മുഖേന, തന്റെ പെരുമാറ്റം മുഖേന ഒരാളെ ഭീതിപ്പെടുത്തരുത്. ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നിർഭയത്വം, ആ നിലക്കുള്ള ഒരവസ്ഥ അത് മനുഷ്യൻ നേടിയെടുക്കണം. കാരണം തന്റെ റബ്ബിൽ നിന്ന് താൻ അമ്ന് കൊതിക്കുന്നു എങ്കിൽ സഹജീവികൾക്കത് നൽകിയാൽ അല്ലാഹു നമുക്ക് ഏറ്റവും ഭീരുജനകമായ അവസ്ഥകളിൽ നമുക്ക് അമ്ന് നൽകും, നിർഭയത്വം നൽകും. എവിടെയും അവൻ നമ്മെ കൈവെടിയുകയില്ല. ഈ ആശയമാണ് അൽ മുഅ്മിൻ എന്ന അല്ലാഹുവിന്റെ നാമം എല്ലാ അർഹരായവർക്കും സത്യവാന്മാർക്കും എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വവും അഭയവും നൽകുന്നവൻ. ഇതാണ് അൽ മുഅ്മിൻ എന്ന ആശയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, അതിന്റെ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞവന്റെ നാമം അൽ മുഅ്മിൻ എന്ന് കഴിഞ്ഞ ഉടനെ അൽ മുഹൈമിൻ. അൽ മുഹൈമിൻ അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ്. അല്ലാഹുവിന്റെ നാമമായി അതും വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്താണ് പേരെന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത്, അൽ മുഹൈമിൻ. സൂറത്തുൽ ഹശ്റിൽ ഒന്നിച്ചു പറഞ്ഞ ഈ സ്ഥലത്താണ് അൽ മുഹൈമിൻ എന്ന് വന്നത്. അത് അല്ലാഹുവിന്റെ നാമമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അബ്ദുൽ മുഹൈമിൻ എന്ന് വിളിക്കാവുന്നതാണ്. അബ്ദുൽ മുഹൈമിൻ. എന്താണ് അൽ മുഹൈമിൻ? മുഹൈമിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആശയം? എല്ലാവരുടെയും എല്ലാ കാര്യത്തിന്റെയും മേൽനോട്ടവും മേലന്വേഷണവും ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ ആശയം. എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നവൻ, എല്ലാത്തിന്റെയും മേലധികാരി, എല്ലാത്തിന്റെയും മേലന്വേഷണം നിർവഹിക്കുന്നവൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്നവനായ ആ ഒരു പ്രത്യേകമായ വിശേഷണമാണ് അൽ മുഹൈമിൻ എന്ന നാമത്തിന്റെ അന്തസ്സത്ത. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്ത് വിശദീകരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹം അല്ലാത്ത മറ്റു സഹാബികളുടെ ഒക്കെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശം? അശ്ശാഹിദു അലാ ഖൽഖിഹി ബിഅഅമാലിഹിം, പടപ്പുകളുടെ മേൽ
എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ. അവരുടെ ഏത് പ്രവർത്തനവും അവൻ അറിയാതെ പോകുന്നില്ല. എല്ലാത്തിന്റെയും മേൽനോട്ടം നടത്തുന്ന മുഹൈമിനാണ് അല്ലാഹു. മേലന്വേഷണം നടത്തുന്നവനാണ്. എല്ലാത്തിന്റെയും കാര്യങ്ങൾ അറിയുന്നവനാണ് അവൻ. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു മുഹൈമിൻ. അല്ലാഹു മുഹൈമിനാണെന്ന് പറഞ്ഞാൽ ഷാഹിദുൻ അലാ ഖൽഖിഹി ബിമാ യസ്ദുറു മിൻഹും മിൻ ഖൗലിൻ ഔ ഫിഅലിൻ. മനുഷ്യരായ നമ്മിൽ നിന്ന് അവന്റെ പടപ്പുകളിൽ നിന്നുണ്ടാകുന്ന ഏതൊരു വാക്കുകളെയും പ്രവർത്തനത്തെയും അവനറിയാതെ അവന്റേതായ ദൃഷ്ടിയിൽപ്പെടാതെ സംഭവിക്കുന്നില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമാ തകൂനു ഫീ ശൈഇൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. സൂറത്തു യൂനുസിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു, നീ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും, നീ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിലും നാം അതറിയുന്നുണ്ട്, അതിന്റെ മേലധികാരിയായിട്ടുണ്ട്, എല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന ആശയമാണ് അൽ മുഹൈമിൻ എന്നതിലൂടെ വരുന്നത്. അപ്പൊ എല്ലാവരുടെയും എല്ലാ കാര്യത്തിന്റെയും മേൽനോട്ടവും മേലന്വേഷണവും ചെയ്യുന്നവനാണ്. ഒരിക്കലും അല്ലാഹു അശ്രദ്ധനല്ല. അല്ലാഹുവിന്റെ ശ്രദ്ധ തെറ്റിക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. എത്ര ആള്, എത്ര ജനങ്ങൾ, എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ, ഇനി എത്ര കോടി ജനങ്ങൾ വരാനുണ്ടോ, എല്ലാവരുടെ അമലും അല്ലാഹുവിന് വളരെ കൃത്യമായിട്ടറിയാം, വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ പോയി റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ, ഏതാണ് ഈ റബ്ബെന്ന് വിശേഷം ചോദിച്ചപ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബിന്റെ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ വിശദമായി പറഞ്ഞു. ആ അവസരത്തിൽ ഫിറഔൻ ചോദിച്ചു മൂസ നബിയോട്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, എങ്കിൽ ആദ്യമൊക്കെ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകാരുടെ അവസ്ഥ എന്താണ് മൂസ? എന്നാ അവരൊക്കെ സ്ഥിതി എന്താ? ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു പോലെ നീ പറയും പോലെയാണ് കാര്യമെങ്കിൽ, മുമ്പ് ഒരുപാട് ആൾക്കാർ ഞാൻ പറയും പോലെ ജീവിച്ചവരുണ്ടല്ലോ, അവരുടെയൊക്കെ സ്ഥിതി എന്താ? സാധാരണ ഇസ്ലാമിക പ്രബോധകന്മാരോട് മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന അതേ ചോദ്യം, നീ പറയുന്നത് മാത്രമാണ് സത്യം, ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞു പോയല്ലോ, അവരൊക്കെ അവസ്ഥ എന്താ? അവരൊക്കെ നരകത്തിലാ എന്ന ചോദ്യത്തിന് മൂസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി, അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. അദ്ദേഹത്തിന്റെ മറുപടി, ഇൽമുഹാ ഇൻദ റബ്ബി, അവരെക്കുറിച്ചുള്ള അറിവൊന്നും പാഴായിപ്പോവും നിങ്ങൾ ആരും വിചാരിക്കണ്ട, അവരെക്കുറിച്ചുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ മുമ്പ് കഴിഞ്ഞു പോയ നൂറ്റാണ്ടിലെ ജനങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായ അറിവൊരു ഗ്രന്ഥത്തിലുണ്ട്. എന്റെ റബ്ബ് പിഴക്കുന്നവനല്ല, എന്റെ റബ്ബ് വഴിപിഴച്ചു പോകുന്നവനല്ല, എന്റെ റബ്ബിന് തെറ്റ് സംഭവിക്കുന്നവനല്ല. ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബിനൊരിക്കലും വഴിതെറ്റുകയില്ല, അവന് പിഴക്കുകയില്ല. വലാ യൻസാ, കോടിക്കണക്കിന് പടപ്പുകൾ കഴിഞ്ഞു പോയപ്പോ പിന്നെ കോടിക്കണക്കിന് ജനങ്ങൾ വരുമ്പോ അക്കഴിഞ്ഞുപോയ കോടികളുടെ ആളുകളുടെ സ്ഥിതിയൊന്നും മറന്നു പോകുന്ന പ്രകൃതക്കാരനല്ല എന്റെ റബ്ബ്. ലാ യളില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബ് പിഴക്കുന്നവനല്ല, എന്റെ റബ്ബിന് മറവി പറ്റുന്നവനല്ല, അവൻ മറക്കില്ല എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതാ മുഹൈമിൻ. ഏത് കാലഘട്ടത്തിൽ എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞു പോയോ എല്ലാവരുടെ ഏത് പ്രവർത്തനത്തിന്റെയും മേൽനോട്ടം, എല്ലാത്തിന്റെയും മേലന്വേഷണം ചെയ്യുന്നവനാണ് മുഹൈമിൻ. അത് അല്ലാഹു മാത്രമാകുന്നു, മറ്റൊരാൾക്കും അതിന് സാധ്യമേ അല്ല. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മുഹൈമിൻ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനിനെ പറ്റി ഒരു സ്ഥലത്ത് വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വലാ തത്തബിഉ അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്. സൂറത്തുൽ മാഇദ 48-ാമത്തെ ആയത്തിൽ വമുഹൈമിനൻ അലൈഹി എന്ന് പ്രയോഗിച്ചാൽ അല്ലാഹുവിന്റെ പേര് പറഞ്ഞതല്ല, അത് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞതാണ്. ഖുർആൻ
മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ മേലന്വേഷണം ചെയ്യാൻ മാത്രം കേൾപ്പിച്ച ഗ്രന്ഥമാണ് എന്നാണ് അവിടെ ഉദ്ദേശം. എല്ലാത്തിന്റെയും മേലെ മികച്ചു നിൽക്കുന്ന ഗ്രന്ഥമാണ്. മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലാഹു തആല തന്നെയാണ് അതാത് കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചതെങ്കിലും ആ വേദഗ്രന്ഥങ്ങളെക്കാളെല്ലാം മികച്ചു നിൽക്കുന്ന, എല്ലാം കൊണ്ടും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന നിലക്ക് വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മേൽനോട്ടം നടത്തുന്നവൻ, ആ നിലക്ക് പ്രത്യേകതയുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ അർത്ഥപ്രകാരമാണ് ഖുർആനിനെ കുറിച്ച് അല്ലാഹു മുഹൈമിനൻ അലൈഹി എന്ന് വിശദീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അൽ മുഹൈമിൻ എന്ന നാമത്തിലൂടെ പടച്ചതമ്പുരാന്റെ അപാരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള അവന്റെ കഴിവ് അത് ലോകത്തൊരാൾക്കും സാധ്യല്ല. എല്ലാവരും ഏതെങ്കിലും അവസരം ഒരു ചെറിയ ഒരു സംഭവം 10 മിനിറ്റ് പറയുമ്പോൾ പോലും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്ന ആളുകളാണ് നമ്മൾ. പടച്ചതമ്പുരാൻ കൊടാനുകൊടി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ അവൻ ഒരിക്കലും അശ്രദ്ധയിൽ ഒരു നിമിഷം പോലും ആകാതെ, ഒന്നും മറക്കാതെ വിട്ടുപോകാതെ ഇനി കാണിക്കേണ്ട സ്ഥലത്ത് പരലോകത്ത് നമ്മുടെ മുമ്പിൽ റെക്കോർഡായിക്കൊണ്ട് കാണിക്കാൻ കഴിയാവുന്ന എല്ലാത്തിന്റെയും മേലന്നോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹൈമിനായ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. നാം പടച്ചതമ്പുരാന്റെ അബ്ദുൽ മുഹൈമിൻ എന്ന വിശേഷണമാണ് നമുക്ക് ചേരുന്നത്. നമ്മൾ മുഹൈമിനുകളല്ല, മുഹൈമിൻ അള്ളാഹുവാണ്, അവന്റെ വിനീതരായ ദാസന്മാരാകുന്നു നാം. ഈ ആശയമാണ് അൽ മുഹൈമിൻ എന്ന പേരിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നാമം അൽ അസീസ്, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ്. അൽ അസീസ് എന്താണ്? അൽ അസീസ് പരിശുദ്ധ ഖുർആനിൽ അൽ അസീസ് എന്ന അള്ളാഹുവിന്റെ പേരായി ശുദ്ധ ഖുർആൻ 92 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 92ഓളം സ്ഥലത്ത് അൽ അസീസ് എന്ന് അള്ളാഹുവിന്റെ നാമമായി വിശദീകരിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒറ്റ വാക്കിൽ പറയാവുന്നത് പ്രതാപശാലി എന്നാണ്. അന്തസ്സുറ്റവൻ, അന്തസ്സുള്ളവൻ, അന്തസ്സിന്റെ ഉടമ, പ്രതാപമുള്ളവൻ, എല്ലാ ശക്തികളെയും അതിജയിക്കാൻ മാത്രം പവറുള്ള പ്രതാപശാലിയാണ് അവൻ. അതാണ് അതിന്റെ ആശയം. ഒരു ശക്തിക്കും അവനെ കീഴടക്കാൻ കഴിയില്ല. എല്ലാത്തിന്റെയും മേലെ മികച്ചു നിൽക്കുന്ന ലോകത്തുള്ള എല്ലാ ശക്തികളെയും അതിജയിക്കുന്ന, ഒരിക്കലും തുല്യതയില്ലാത്ത അതുല്യനായ പ്രതാപശാലിയാണ് അവൻ എന്നതാണ് അൽ അസീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു ജരീർ അത്ബരി അദ്ദേഹത്തിന്റെ തഫ്സീറിലും, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലും, ഖുർത്തുബി അവിടുത്തെ തഫ്സീറിലും ഒക്കെ ഞാൻ ഈ സൂചിപ്പിച്ച ആശയമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്ക് കാണാം അല്ലാഹു അസീസാണെന്ന് പറയുമ്പോ ഫിൻതിഖാമിഹി മിമ്മൻ അറാദൽ ഇൻതിഖാമ മിൻഹു, അവൻ ആരെങ്കിലും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലാ യഖ്ദിറു അഹദുൻ യദ്ഫഉഹു അൻഹു, ആ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും കുതറിയോടി രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. പടച്ചതമ്പുരാന്റെ പിടുത്തത്തിൽ നിന്ന് അശ്ശദീദു ഫിൻതിഖാമിഹി മിമ്മൻ ഇൻതഖമ മിൻ അഅദാഇഹി, അവന്റെ ശത്രുക്കളോട് അവൻ പ്രതികാര നടപടിയെടുക്കുമ്പോൾ ഒരു ശക്തിക്കും ഒരു കൊലകൊമ്പനും അതിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അല്ലദീ ഖദ് അസ്സ കുല്ല ശൈഇൻ ഫഖഹറഹു വഗലബൽ അശ്യാ, എല്ലാ വസ്തുക്കളെയും അടക്കി വാഴുന്നവനാണവൻ. ശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ആ പേരിന്റെ ആശയം വിവിധ സ്ഥലങ്ങളിൽ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ഒന്നിനും അവനെ അശക്തമാക്കാൻ കഴിയുകയില്ല. ശുദ്ധ ഖുർആൻ ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ. വമാ കാനല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്. സൂറത്ത് ഫാത്തിറിലെ 44-ാമത്തെ ആയത്തിൽ കാണാം, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവും തന്നെ അല്ലാഹുവിനെ അശക്തനാക്കാൻ പോകുന്ന യാതൊന്നുമില്ല. പടച്ചോനെ പരാജയപ്പെടുത്തുക, പടച്ചോനായിട്ട് ഏതെങ്കിലും നിലക്കൊന്ന് ഏറ്റുമുട്ടിയിട്ടൊന്ന് വലിയ ആളാവുക, ഒരാൾക്കും അതിന് സാധ്യമല്ല. അത്ര കൃത്യമായി അവൻ അവന്റേതായ ഇസ്സത്ത് നിലനിർത്തിയിരിക്കുകയാണ്. തന്റെ റബ്ബിനെ സംബന്ധിച്ചൊരു വിശ്വാസി അൽ അസീസ് എന്ന് വിശ്വസിക്കുമ്പോ, എന്റെ നാഥൻ അസീസാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ദൃഢതയുണ്ടാ. എന്താ അവൻ മനസ്സിലാക്കേണ്ടത്? എന്റെ റബ്ബ് വിചാരിച്ചതെന്തും നടക്കും. ഞാൻ വിഷമിക്കേണ്ടതില്ല, ഞാൻ വെപ്രാളപ്പെടേണ്ടതില്ല. എന്റെ റബ്ബ് വിചാരിച്ചതെന്തും നടക്കും. ആർക്കും അവനെ പരാജയപ്പെടുത്താനാവില്ല. ഇത്രത്തോളം ലോകത്തുള്ള സർവ്വ പടപ്പുകളും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനത് നടത്തും.
ഇനി എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയുമില്ല. അതാണ് മാഷാ അല്ലാഹു കാന, അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കും. വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് നടക്കുന്നതല്ല. ആ നിലക്കുള്ള പ്രതാപമുള്ളവനാണവൻ, ആ നിലക്ക് അന്തസ്സുള്ളവനാണവൻ. അവന്റെ തീരുമാനമേ നടക്കൂ. അവന്റെ തീരുമാനത്തിനപ്പുറം ഏത് പോക്കിരികൾ തീരുമാനിച്ചിട്ടും മനപ്പായസം കൊണ്ടിട്ടും കാര്യമില്ല, അത് വിജയിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലൂടെ അവന്റേതായ ആ ഇസ്സത്ത്, അവന്റേതായ പ്രതാപം, അവൻ എല്ലാത്തിനെയും അതിജയിച്ചു നിൽക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഉദാഹരണമായി ഫിറൗൻ എന്ന ധിക്കാരി, ആ നാട്ടിലെ ഞാനാ നിങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ച് വലിയ ധിക്കാരം പ്രവർത്തിച്ച ഫിറൗൻ, അവനവിടെ പ്രഖ്യാപനം നടത്തിയല്ലോ, ഈ നാട്ടിലൊരു ആൺകുട്ടിയും പുറത്തു വരാൻ പാടില്ല, ഒരൊറ്റ ആൺകുട്ടിയും ഈ മിസ്രിൽ ജനിക്കാൻ പാടില്ല, ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം അവൻ ഭയത്തോടുകൂടി കാത്തിരിക്കുകയാണ്, എവിടെയോ ഒരു ആൺകുഞ്ഞ് പിറക്കും. ആ കുഞ്ഞ് പിറന്നാൽ തന്റെ അധികാരത്തിന്റെ കസേര തട്ടിത്തെറിപ്പിച്ച് തന്റേതായ എല്ലാം നഷ്ടപ്പെടും. താൻ തന്നെ ആരാധിക്കാൻ കൽപ്പിച്ചിരുന്ന ആളുകളുടെ എല്ലാം തനിക്ക് നഷ്ടമാകും എന്ന ഭയത്തോടുകൂടി അവൻ രാജകൽപ്പനയായിരുന്നല്ലോ പുറപ്പെടുവിച്ചത്, ഒരാൺകുട്ടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവന്റെ കിങ്കരന്മാർക്കൊക്കെ ഓർഡർ കൊടുത്തിരുന്നല്ലോ, എവിടെ സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞാലും പ്രസവിച്ചാൽ പോയി നോക്കണം, ആൺകുട്ടിയാണെങ്കിൽ വധിച്ചേക്കണം. നിസാക്കും, ഒരു പെൺമക്കളെയൊക്കെ ജീവിക്കാൻ വിട്ടു, ആൺകുട്ടികളെയൊക്കെ അറുകല നടത്താൻ വേണ്ടി ഓർഡർ ഇട്ടു. എന്താ അവന്റെ ഉദ്ദേശം? ഈ രാജ്യത്ത് അവനെതിരെ ഒരു വൻശക്തി വരരുത്. അവന്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു. അതിനുവേണ്ട എല്ലാ കരുനീക്കങ്ങളും അവൻ നടത്തി, അധികാരം ഉപയോഗപ്പെടുത്തി. പക്ഷേ അസീസായ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു, അതേ നടക്കൂ. ഈ ഓർഡർ പുറപ്പെടുവിച്ച അതേ ഫിറഔനിനെ കൊണ്ട് തന്നെ അല്ലാഹു മൂസ നബിയെ വളർത്തിച്ചില്ലേ? മൂസാ എന്ന കുട്ടി ജനിച്ചു, പടച്ചതമ്പുരാൻ തന്ത്രം പ്രയോഗിച്ചു, പുഴയിലൂടെ ഒഴുക്കി. ഈ കുട്ടി തന്നെ ആ കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്യപ്പെട്ട അതേ കൊട്ടാരത്തിൽ വളർന്നു, അതേ ഫറോവയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നു, അവിടെ തന്നെ വളർന്നു, അവിടെ തന്നെ വല്ല രൂപത്തിൽ വളർന്നു യുവാവായി. ഫിറൗൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൊല്ലണം എന്ന് വിചാരിച്ചപ്പോഴേക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെട്ടു. വധിക്കണം, നിഷ്കരുണം, കൊല്ലണം എന്നൊക്കെ വിചാരിച്ച ഫറോവയും അവൻ ആവേശം പകർന്നിരുന്ന ഹാമാനന്ദ മന്ത്രിയും അവന്റെ പട്ടാളങ്ങളും മുഴുവൻ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഏത് കൊല കൊമ്പം വിചാരിച്ചാലും പടച്ചോന്റെ വിചാരത്തിനപ്പുറം എത്താൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാനെ പരാജയപ്പെടുത്താൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. കാരണം അവനാണ് അസീസ്, അവനാണ് അസീസ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. യൂസുഫ് നബിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സഹോദരന്മാരെല്ലാം യോഗം ചേർന്നത്. യോഗത്തിൽ ആദ്യം വന്ന തീരുമാനം എന്താ? കൊല്ലണം, യൂസുഫിനെ നമുക്ക് കൊല്ലാം. പക്ഷേ പടച്ചവന്റെ തീരുമാനം വേറൊന്നാണ്. യൂസുഫ് രക്ഷപ്പെടണം, യൂസുഫ് മന്ത്രിയാവണം, യൂസുഫ് രാജ്യത്തിന് നേതാവാകണം, യൂസുഫിന്റെ പ്രവാചകത്വം ലഭിക്കണം. പടച്ചതമ്പുരാന്റെ തീരുമാനം അങ്ങനെയാണ്. ആ തീരുമാനത്തിലേക്ക് വരികയാണ്. കുറച്ചു സമയം കഴിഞ്ഞു നോക്കുമ്പോ കൂട്ടത്തിൽ നിന്ന് അവരെന്നെ പറയാണ്, കൊല്ലണ്ട, കൊല്ലണ്ട, കൊന്നാ പിന്നെ ആളില്ലല്ലോ, കൊല്ലണ്ട. അവരുടെ മനസ്സിലൊരു തീരുമാനം. പിന്നെന്താ തീരുമാനം? അവന് നമുക്ക് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം. അങ്ങനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെടുന്ന ബുദ്ധിയാണ് അവരുടെ മനസ്സിലുദിച്ചത്. കാരണം തീരുമാനം പടച്ചവൻ തീരുമാനിച്ചു പോയി, നടപ്പിലാകാതെ നിർവാഹമില്ല. അവിടെ നിന്നാണ് അദ്ദേഹം കൊട്ടാരത്തിലെത്തുന്നത്, അവിടെ നിന്നാണ് ജയിലിലടക്കപ്പെടുന്നത്, ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്, അദ്ദേഹത്തിന് നബുവത്ത് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ പടച്ചതമ്പുരാന്റെ തീരുമാനമുണ്ട്. അതിനെതിരെ ആര് ലോകം എന്ത് തീരുമാനിച്ചിട്ടും ഒരു പ്രയോജനമില്ലാതെ തെറ്റിത്തിരിഞ്ഞ് പടച്ചവന്റെ തീരുമാനം തന്നെ നടക്കും. കാരണം അവനാണ് അൽ അസീസ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിഷ്കരണം വകവരുത്താൻ വേണ്ടി ജൂതന്മാർ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു, എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു. പിലാത്തോസിന്റെ കോടതിയിൽ പോയി ആ രൂപത്തിലുള്ള ഒരു വിധി സമ്പാദിക്കാൻ വരെയുള്ള തന്ത്രങ്ങളും എല്ലാം മെനഞ്ഞുവെങ്കിലും അവസാനം എന്താ ഉണ്ടായത്? അസീസായ അള്ളാഹുവിന്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ആരെന്ത് തീരുമാനിച്ചിട്ടും പ്രയോജനമില്ല. രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ വത്താശ ഉണ്ടായിട്ടും വലിയ രൂപത്തിലുള്ള ആളും അർത്ഥവും ഉണ്ടായിട്ടും ജൂതകരങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ ഈസാ നബിയെ രക്ഷപ്പെടുത്തുകയാണ്. അള്ളാഹു ഈസാ നബിയെ തന്നിലേക്ക് ഉയർത്തി. അത് പറഞ്ഞിട്ട് അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വകാനല്ലാഹു അസീസൻ ഹകീമാ. കാരണം എന്താ? അള്ളാഹ് അസീസാണ്, അള്ളാഹ് അസീസാണ്. അവന്റെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യാൻ ഒരാളും വളർന്നിട്ടില്ല.
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനെ ഇല്ലാതാക്കാൻ വേണ്ടി മക്കയിലെ ഖുറൈശ് പ്രമുഖരും നാട്ടുപ്രമാണിമാരും കൂടി യോഗം ചേർന്ന് എല്ലാ തീരുമാനങ്ങളും എടുത്ത് കാത്തിരുന്നില്ലേ വധിച്ചു കളയാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിന്റെ പ്രചരണം മക്കയിലും മദീനയിലും അയൽനാടുകളിലും ഒന്നും പരക്കാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തില്ലേ? ജൂതന്മാരുമായി കൈകോർത്തില്ലേ? ക്രിസ്ത്യാനികളുമായി കൈകോർത്തില്ലേ? മുനാഫിക്കുകളുമായി സഖ്യമുണ്ടാക്കിയില്ലേ? എന്നിട്ട് നടന്നോ വല്ലതും? ഇല്ല. പടച്ചതമ്പുരാന്റെ തീരുമാനം വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് ഇസ്സത്തുള്ളത്. ആ അല്ലാഹ് നൽകിയ ഇസ്സത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇസ്സത്തുള്ളത് അവന്റെ റസൂലിനാണ്, ശേഷം മുഅ്മിനീങ്ങൾക്കാണ്. വിവരദോഷികളായ മുനാഫികൾക്ക് കാര്യം മനസ്സിലാവുകയില്ലെങ്കിലും എന്നല്ലാഹു സൂറത്തുൽ മുനാഫിഖൂനിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ അവന്റേതായ ഏറ്റവും വലിയ വിശാലമായ അർത്ഥമുള്ള അൽ അസീസ് എന്ന നാമത്തിലൂടെ പടച്ചതമ്പുരാനിൽ നിന്നാണ് ഇസ്സത്തിന്റെ എല്ലാ കേന്ദ്രവും. അവിടുന്നാണ് അന്തസ് അന്വേഷിക്കേണ്ടത്. അന്തസ് തേടേണ്ടത് അള്ളാഹുവിങ്കൽ നിന്നാണ്. അന്തസ് നൽകുന്നവനും ഒരാളെ ഇസ്സത്ത് നൽകുന്നവനും നിന്ദിക്കുന്നവനും ഒക്കെ അള്ളയാണ്. അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഖുലില്ലാഹുമ്മ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. മാലിക്കൽ മുൽക്കായ അല്ലാഹുവേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്? വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ്സ് നൽകുന്നു. ഇസ്സത്തും അന്തസ്സും പ്രതാപമൊക്കെ അള്ളാന്റെ ഖജനാവിന്നേ കിട്ടൂ. അതാ വിശ്വാസി അൽ അസീസ് എന്ന നാമം പഠിക്കുമ്പോ, എന്റെ നാഥൻ അസീസാണെന്ന് വിശ്വസിക്കുമ്പോ പടച്ചോനെ കുറിച്ചുള്ള വിശ്വാസ ദാർഢ്യത തെളിയേണ്ടത് അവിടെയാണ്. എന്റെ നാഥനെ അസീസുള്ളൂ, ഇസ്സത്ത് അവങ്കൽ നിന്നേ അന്വേഷിക്കാനുള്ളൂ. അതുകൊണ്ട് അവനോടെ ഇസ്സത്ത് തേടിക്കൂടൂ. അവനിൽ നിന്ന് അവന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇസ്സത്ത് കൈവരുകയുള്ളൂ. ഇതൊക്കെ ഈ നാമത്തിന്റെ ആശയമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, മൻ കാന യുരീദുൽ ഇസ്സത മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. മൻ കാന യുരീദുൽ ഇസ്സത, ആരെങ്കിലും അന്തസ്സും പ്രതാപമൊക്കെ ആശിക്കുന്നുവോ, അതൊക്കെ കിട്ടണമെന്ന് കൊതിക്കുന്നുണ്ടോ, എങ്കിൽ വേറെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് കാര്യമില്ലടോ. ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, അല്ലാഹുവിനത്രേ മുഴുവൻ അന്തസ്സുമുള്ളത്. അതെങ്ങനെയാ അള്ളാന്റെ അടുത്ത് അന്തസ്സ് നേടിയെടുക്കൽ? പടച്ചവൻ പറഞ്ഞ രൂപത്തിലുള്ള കൽപ്പനകളൊക്കെ ശിരസാവഹിച്ച് ജീവിച്ചാൽ അള്ളാഹു ഇസ്സത്ത് നൽകും. അല്ലെങ്കിൽ നിന്ദ്യതയാണ് കിട്ടുക. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, നിർബന്ധ കാര്യങ്ങളെല്ലാം ചെയ്യുക, നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക. മുസ്ലിമിന് ഇസ്സത്തുണ്ടാകാൻ, മനുഷ്യന് ഇസ്സത്തുണ്ടാകാൻ ഏക വഴി അത് മാത്രമേയുള്ളൂ. അതല്ലാതെ ഇസ്സത്ത് കിട്ടുമെന്ന് വിചാരിച്ച് പലതിന്റെയും പിന്നാലെ പോയാൽ നീ നിന്ദ്യനായി തകരാറിലായി പോയി. കണ്ടിട്ടില്ലേ, ഒരുപാട് ആളുകൾ പലരിൽ നിന്നും ഇസ്സത്ത് കിട്ടാൻ വേണ്ടി ഇസ്ലാമിന്റെ ഇസ്സത്തിന്റെ മാർഗത്തെ അവർ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അവിശ്വാസികളായ ആളുകളെ മുഅ്മിനീങ്ങളായ ആളുകളെ മാറ്റിവെച്ചിട്ട് അവിശ്വാസികളായ ആളുകളെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും അവരുടെ വേഷവിധാനങ്ങളെയും അവരുണ്ടാക്കി തീർത്ത നിയമങ്ങളെയും ഒക്കെ വലിയ നിയമങ്ങളായി കണ്ടുകൊണ്ട് അതിന്റെയൊക്കെ പിന്നാലെ പോയാലേ ഭൗതികമായ ലോകത്തിത്തിരി അന്തസ്സൊക്കെ കിട്ടുകയുള്ളൂ എന്ന പൊട്ടത്തരം വിചാരിച്ചുകൊണ്ട് ഈമാനുള്ള ആളുകളുമായി വേർപിരിഞ്ഞുകൊണ്ട് കാഫിറുകളുടെ പിന്നാലെ നടക്കുന്ന ആളുകളോട് അല്ലാഹു പറയുന്നു, അല്ലാഹു ചോദിക്കുന്നു അവരോട്, അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സത, അവരുടെ അടുക്കൽ നിന്നാണോ നിങ്ങൾ അന്തസ്സിനെ ആഗ്രഹിക്കുന്നത്? അവരുടെ പിന്നാലെ പോയിട്ട് അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് അവരുടേതായ ഓരോ പ്രവർത്തനങ്ങളെയും അതാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്നൊക്കെ തോന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അന്തസ്സ് അവിടെ പോയി തേടുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, എല്ലാ അന്തസ്സും മനുഷ്യ അല്ലാഹുവിങ്കിൽ നിന്നാണുള്ളത്. അല്ലാഹ്ക്കാണ് ഇസ്സത്തുള്ളത്. അതുകൊണ്ട് ഇസ്സത്ത് അവൻ നൽകുന്നത് റസൂലിന് മുഅ്മിനീങ്ങൾക്കുമയാണ്.
അതുകൊണ്ട് എന്താ വിശ്വാസി വേണ്ടത്? നമ്മൾ കണ്ടിട്ടില്ലേ ഇന്ന് ആളുകള് എന്താണോ ഈ ഇസ്ലാമികമായ കാര്യത്തിലൊന്നും കൃത്യമായ ഒരു താല്പര്യം കാണിക്കാത്തത് എന്താ മറുപടി? അതൊക്കെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ അന്തസ്സിന് നിരക്കുന്ന പരിപാടിയല്ല. മതമനുസരിച്ചൊക്കെ ജീവിക്കാന്ന് പറഞ്ഞ അന്തസ്സിന് കമ്മിയാണ്, ഒരു അന്തസ്സിന് കുറവാണ്. അതൊക്കെ ഇസ്ലാമികമായി കൃത്യമായി പള്ളിയിൽ പോവുക, പാന്റ് നെരിയാണിക്ക് മേലെ തന്നെ ഉടുക്കുക, കൃത്യമായി ഇസ്ലാം പറഞ്ഞ എല്ലാ രൂപത്തിലുള്ള സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സ്വീകരിക്കുക, ഇസ്ലാമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകളും പുരുഷന്മാരും പാലിക്കുക. അതൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ഇസ്സത്ത് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അന്തസ്സൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അപ്പുറപ്പുറമൊക്കെ ഒന്ന് പോയാലേ പറ്റൂ. എന്നിട്ട് പലരെയും തൃപ്തിപ്പെടുത്തുകയാണ്. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ മദ്ഹ് പാടിക്കൊണ്ട് പത്രങ്ങളിൽ അവർ ജീവൻ പോയാൽ പത്രങ്ങളിൽ അവർക്ക് വേണ്ടി നെടുനീളം ലേഖനം എഴുതുകയാണ്. ആരെക്കുറിച്ച് ആ മദ്ഹ് പറയുന്നത്? അള്ളാഹുവിനെ ചോദ്യം ചെയ്ത ധിക്കാരികളെ കുറിച്ച്, അള്ളയില്ലെന്ന് പറഞ്ഞ യുക്തിവാദി നേതാക്കന്മാരെ കുറിച്ച്, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ നായകന്മാരായി ജീവിച്ചുകൊണ്ട് മതത്തെയും മതദർശനങ്ങളെയും പല്ലിളിച്ചു പരിഹസിച്ചുകൊണ്ട് മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ച് നടന്നിരുന്ന ആളുകൾ ജീവൻ പോകുമ്പോൾ അവരെക്കുറിച്ച് തങ്ങളുടെ പത്രങ്ങളിലെ എഡിറ്റോറിയൽ കോളങ്ങളിൽ നെടുനീളം ലേഖനം എഴുതുന്ന വാർത്താ മാധ്യമങ്ങളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഇസ്സത്ത് തേടുകയാണ്. എന്തിനാ? നിരീശ്വര നിർമ്മത ഭൗതിക പ്രസ്ഥാനങ്ങളുടെ സർക്കുലേഷൻ, അവരിൽ നിന്ന് ഞങ്ങൾക്ക് അന്തസ്സ് കിട്ടണം. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ കോശാന പാടുന്നതിലൂടെ അന്തസ്സ് നിലനിർത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന മതത്തിന്റെ പേരിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സമൂഹങ്ങൾ, അവരൊക്കെ അന്തസ്സും പ്രതാപമൊക്കെ ആയിട്ട് വിചാരിക്കുന്നത് അനിസ്ലാമിക ശക്തികളുമായുള്ള ചങ്ങാത്തമാണ്, അവരോടുള്ള കൂട്ടുകെട്ടാണ്, അവരുടെ പിന്നാലെ കൂടിയാലാണ് അന്തസ്സ്. മറിച്ച് മതത്തിന്റേതായ കാര്യങ്ങൾ പറയുന്നവർ പഴഞ്ചന്മാർ, ലോകം തിരിയാത്തവർ, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത പമ്പര വിഡ്ഢികൾ, മഠയന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേനകൾ ചലിപ്പിക്കുമ്പോൾ ലോകത്ത് മതത്തിന്റേതായ ദർശനങ്ങൾക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ നേതാക്കന്മാരെയും അവരുടെ പ്രസിദ്ധീകരണങ്ങളെയും അവരുടെ ആളുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ പുകഴ്ത്തുകയാണ്. പണത്തിന് വേണ്ടി, പത്രത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അവനവന്റെ അന്തസ്സ് മറ്റുള്ളവന്റെ ആലയിൽ കുഴിച്ചു മൂടുന്ന ഈ ഒരു രൂപത്തിലുള്ള ഈമാൻ ഏത് വഴിത്തിരിവുകാർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് നമ്മൾ ചിന്തിക്കണം. അവരുടെ അടുക്കൽ നിന്നാണോ നിങ്ങൾ ഇസ്സത്തിനെ ആശിക്കുന്നത്? എങ്കിൽ തെറ്റിപ്പോയി നിങ്ങൾക്ക്. അന്തസ്സ് അല്ലാഹുവിനാണ്, റസൂലിനാണ് അന്തസ്സുള്ളത്, മുഅ്മിനീങ്ങൾക്കാണ് അന്തസ്സുള്ളത്. എന്താണ് പറയുന്നത്? ഇസ്ലാമിന്റെ വിധികളും വിലക്കുകളും പാലിക്കുന്നതിലൂടെയാണ് അന്തസ്സ്, ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ കാറ്റിൽ പറത്തുന്നതിലൂടെയല്ല. എന്താ സഹോദരി നീ പർദ്ദയണിയാത്തത്? എന്താണ് നീ ഇസ്ലാമിന്റെ വേഷം ധരിക്കാത്തത് എന്നൊരു സഹോദരിയോട് ചോദിച്ചു നോക്കൂ. വിവരമില്ലാത്ത സഹോദരി പറയുന്നു, ഇതൊക്കെ അന്തസ്സിന്റെ ഒരു പ്രതാപത്തിന് നിരക്കുന്ന പരിപാടിയല്ല, ഈ മൂടി പൊതച്ചിങ്ങനെ പർദ്ദക്കെട്ടിങ്ങനെ നിൽക്കുക, അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ്. അനിസ്ലാമിക വേഷത്തിലൂടെ അന്തസ്സ് ദർശിക്കുന്ന പെങ്ങളെ പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ഇസ്സത്ത് നീ അവരുടെ അടുക്കൽ നിന്നാണോ ആശിക്കുന്നത്? എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി പെങ്ങളെ. അന്തസ്സ് അല്ലാഹുവിനാണ്, അല്ലാഹുവിങ്കിൽ നിന്നാണ് നിനക്കത് കിട്ടേണ്ടത്. പടച്ചതമ്പുരാനാണ് അന്തസ്സ് തരേണ്ടത്, അന്തസ്സും പ്രതാപവും ഒക്കെ നൽകേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. എന്തേ നീ പാൻസിങ്ങനെ നെരിയാണിക്ക് താഴെ വലിച്ചടക്കുന്നത്? അതാണ് അന്തസ്സിന്റെ വേഷം, അതാണ് അന്തസ്സിന്റെ വേഷം. എന്താണ് താടി ഇങ്ങനെ ക്ലീൻ ഷേവായി വടിച്ചു കളയുന്നത്? അതാണ് അന്തസ്സിന്റെ വേഷം, അതാണ് അന്തസ്സിന്റേതായ ചിഹ്നം. ആരാണിത് പഠിപ്പിച്ചു തന്നത്? ആരാണിത് മനസ്സിലാക്കി തന്നത്? ഉമ്മയോടും ഉപ്പയോടും മാന്യമായി സംസാരിക്കുന്നത് പോയിട്ട് വളരെ മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അതിലൂടെയാണ് തന്റെ ഇസ്സത്തും അന്തസ്സുമൊക്കെ എന്ന് യുവതി യുവാക്കൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി ജനങ്ങളെ. അതിലൊന്നും അന്തസ്സില്ല. പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ, അവന്റെ നിർദ്ദേശങ്ങളെ, അവന്റെ ഹറാമ് ഹലാലുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന, അസീസായ റബ്ബിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ അന്തസ്സ് ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അന്തസ്സില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവസാനിപ്പിച്ചപ്പോ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ ഉടനെ പറഞ്ഞല്ലോ വലാകിന്നൽ മുനാഫിഖീൻ. പക്ഷേ മുനാഫിഖീങ്ങളായ ആളുകൾക്ക് അവർക്കത് അറിയില്ലല്ലോ. ലാ യഅലമൂൻ, അവരത് മനസ്സിലാക്കുന്നവരല്ല.
മുനാഫിക്കുകൾക്ക് തിരിയൂല. മുനാഫിക്ക് വിചാരിക്കുന്നത് ഈമാൻ മനസ്സിൽ ഉറപ്പിക്കാത്തവൻ വിചാരിക്കുന്നത് എന്താ? അനിസ്ലാമികമായ കാര്യങ്ങൾ ഇസ്ലാമികമായ കാര്യത്തിലൊക്കെ കുറച്ച് കർശനം സ്വീകരിച്ച് ശരിയായ ചിട്ടയിലൊക്കെ ജീവിച്ച അന്തസ്സിന് കുറവാണെന്നാണ് മുനാഫിക്ക് വിചാരിക്കുന്നത്. അത് ഈമാൻ ദൃഢമൂലമാകാത്തതുകൊണ്ടാണ്. ഈമാൻ ഒരാൾക്ക് മനസ്സിൽ ഉറപ്പിച്ചാൽ ലോകം മുഴുവൻ അവനെതിരെ തിരിഞ്ഞാലും അവൻ വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നതാണ് അന്തസ്. കാരണം ഞാൻ എന്റെ റബ്ബിന്റെ വഴിത്താരയിലാണ്, ഞാൻ എന്റെ റസൂല് പഠിപ്പിച്ച വഴിയിലാണ്, ഞാൻ സച്ചരിതരായ എന്റെ മുൻഗാമികളുടെ മുഅ്മിനീങ്ങളുടെ ഇവർക്കൊക്കെയാണല്ലോ ഇസ്സത്ത് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന. മറിച്ച് മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം അന്വേഷിക്കുന്ന ആളുടെ സ്ഥിതി എന്താണ്? ഇസ്സത്തുള്ള റസൂലിന്റെ മാർഗമല്ലാത്തൊരു മാർഗത്തെ അന്വേഷിക്കുന്നവന്റെ സ്ഥിതി എന്താണ്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. അല്ലാഹു പറയുന്നു, റസൂലിനോട് മാത്സര്യം കാണിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യം കാണിക്കുന്നവർ. ഏതിനുശേഷം മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നേർമാർഗം ആ റസൂല് വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ആ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്തസ്സിന്റെ വഴി അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കലാണ്, ധിക്കരിക്കാതെ ജീവിക്കലാണെന്ന് റസൂല് പഠിപ്പിച്ചു തന്നിട്ട് ആ മാർഗദർശനത്തെ പിൻപറ്റാതെ റസൂലുള്ളാഹിനോട് കിടമത്സരം കാണിക്കുന്നവർ. പിന്നെ ഇസ്സത്തുള്ളത് മുഅ്മിനീങ്ങൾക്കാണല്ലോ. ആ മുഅ്മിനീങ്ങളുടെ പാത പിൻപറ്റാതെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളല്ലാത്തവരുടെ മാർഗത്തെ പിൻപറ്റുകയും ചെയ്തവൻ എന്താണ് അവന്റെ അവസ്ഥ? നുവല്ലിഹി മാ തവല്ലാ, അവൻ തിരിഞ്ഞെടുത്തേക്ക് അവരെ ഞാൻ തൽക്കാലം അങ്ങ് തിരിച്ചുവിടും. എല്ലാ സൗകര്യവും കിട്ടും, എല്ലാ സൗകര്യവും കിട്ടും. റസൂലുള്ളാഹിനോട് എതിര് ചെയ്ത് മുഅ്മിനീങ്ങളുടേതായ പാതയിൽ നിന്നൊക്കെ മാറി ഇസ്ലാമിക ശക്തികളുടെയും അവരുടെ ആദർശത്തിന്റെയും അവരുടെ ആശയത്തിന്റെയും പ്രചാരകരും പ്രബോധകരും ഒക്കെയായി നടന്നാലും ഈ ലോകത്തൊരു പക്ഷേ ഒന്നും സംഭവിക്കാനില്ല, ഒക്കെ എങ്ങനെ പോകും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, കത്തിയാളുന്ന നരകാഗ്നിയിൽ അവരെ നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. വസാഅതു മസീറ, വസാഅതു മസീറ, സങ്കേതത്താൽ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ എത്ര ചീത്തയായ ചെന്നു ചേരുന്ന സ്ഥലമാണത്, എത്ര മോശപ്പെട്ട സങ്കേതമാണത് എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. അപ്പോൾ ഇസ്സത്ത് അല്ലാഹുവിങ്കൽ നിന്നാണ് ആശിക്കേണ്ടത്. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നതിലാണ് സുഹൃത്തുക്കളെ ഇസ്സത്തുള്ളത്. മുസ്ലിമീങ്ങളെങ്കിലും അത് തിരിച്ചറിയുക, നാമെങ്കിലും അത് തിരിച്ചറിയുക. വളരെ അർത്ഥവത്തായ ആശയമാണ്. നാമെങ്കിലും മനസ്സിലാക്കുക. നാം പോലും, മുസ്ലിമീങ്ങൾക്ക് പോലും ഇസ്ലാം വേണ്ട, മുസ്ലിമീങ്ങൾക്ക് പോലും ഖുർആനിന്റെ കൽപ്പന വേണ്ട, മുസ്ലിമീങ്ങൾക്ക് പോലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് വേണ്ട, മുസ്ലിമീങ്ങൾക്ക് പോലും മുഅ്മിനീങ്ങളുടെ പാതയോട് ഇഷ്ടമില്ല. അവരൊക്കെ അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രതാപത്തിന്റെയും മാർഗങ്ങളായി, അതിനു വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളായി കാണുന്നത് ഈ പാതയിൽ നിന്നുള്ള വ്യതിയാനമാണ്. എങ്കിൽ തെറ്റിപ്പോയി എന്നാ അല്ലാഹു പറയുന്നത്. നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടില്ല, നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടില്ല. അതാണ് അല്ലാഹു പറയുന്നത്. അന്തസ്സ് വേണോ? അത് അല്ലാഹുവിങ്കൽ നിന്നാണ് ആശിക്കേണ്ടത്. ഇതാണ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസീസ് എന്ന നാമം മനസ്സിലാക്കുമ്പോൾ വിശ്വാസി അവന്റെ വിശ്വാസ രംഗത്ത് വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ഈ പേരിന്റെ ആശയത്തോട് 100% യോജിപ്പിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ മാർഗങ്ങൾ പറഞ്ഞിരുന്നു. മനുഷ്യന് ഇസ്സത്തുണ്ടാകുന്ന കുറെ മാർഗങ്ങൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ഒരു മാർഗം നിങ്ങൾ നോക്കൂ. നീ വിനയം കാണിച്ചോളൂ, നീ വിട്ടുവീഴ്ച ചെയ്തോളൂ, നിനക്ക് അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരും. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്സത്തുണ്ടാകാൻ. എനിക്കും നിങ്ങൾക്കും ഇസ്സത്ത് വർദ്ധിക്കാൻ അല്ലാഹു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ദാ റസൂലുള്ള ഒരു നിർദ്ദേശം. ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഖസത സദഖത്തുൻ മിൻ മാലിൻ വമാ സാദല്ലാഹു അബദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. സഹീഹ് മുസ്ലിമിലെ 2588 ഹദീസാണ്. റസൂൽ പറയുന്നത് മാ നഖസത സദഖത്തുൻ മിൻ മാലിൻ, ഒരു ധർമ്മവും ധനത്തിൽ കമ്മി വരുത്തിയിട്ടില്ല. സദഖ കൊടുത്തതുകൊണ്ട് ഒരാളും പൊളിഞ്ഞു പാപ്പറായി പോയ ചരിത്രമില്ല. ധർമ്മം ചെയ്ത് തൊലഞ്ഞ ഒരാളെ കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. ദുർവ്യയം ചെയ്തും തെമ്മാടിത്തം കാണിച്ചിട്ടും പൊളിഞ്ഞു പാപ്പറായി എന്നതല്ലാതെ അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന്
പടച്ച തമ്പുരാന് പൊരുത്തപ്പെട്ട വഴിയിലേക്ക് ഒരാൾ സ്വതക്ക ചെയ്തതിന്റെ പേരിൽ അവന്റെ ധർമ്മം അവൻ കൊടുത്തതിന്റെ പേരിൽ ഒരാളും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഒരാളുടെയും ദാനധർമ്മങ്ങൾ അവന്റെ ധനത്തിൽ കമ്മി വരുത്തിയിട്ടില്ല. ഒരിക്കലും കമ്മി വരൂല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചിട്ട് പൊളിഞ്ഞു പാപ്പറായവൻ ആരുമില്ല. പിന്നെ റസൂല് പറയുന്ന ആശയം, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഏ മനുഷ്യ, നീ ഒരാളോട് വിട്ടുവീഴ്ച കാണിക്കുന്നുവെങ്കിൽ, നീ ഒരാളോട് അല്പം താഴ്മ കാണിക്കുന്നുവെങ്കിൽ അതിലൂടെ അല്ലാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരുന്നത് ഇല്ലാ ഇസ്സാ, അന്തസ്സല്ലാതെ നിനക്ക് അല്ലാഹു വർദ്ധിപ്പിക്കുന്നതല്ല. അപ്പൊ നിനക്ക് അന്തസ്സും പ്രതാപവും കൂടുകയില്ല. നേരെ മറിച്ചല്ല നമുക്ക് തോന്നുന്നത്. നമ്മളൊരാളുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുത്താൽ അതിന്റെ അന്തസ്സിന് കുറച്ചിലായിതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. എന്റെ വെയിറ്റ് ഒന്ന് പോയി എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. എന്റെ വാല്യൂ ഒന്ന് ഇടിഞ്ഞു പോയി എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ. ഒരടിമയും തന്റെ മറ്റൊരടിമയോട് വിട്ടുവീഴ്ച കാണിച്ചുവെങ്കിൽ, മാപ്പാക്കിയെങ്കിൽ അതവന് ഇസ്സത്തല്ലാതെ വർദ്ധിപ്പിക്കുന്നതല്ല. ഒന്നുകൂടി പറയുന്നു, വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. ഒരാളും തന്നെ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ ഇത്തിരി താഴ്ന്നു കൊടുത്താൽ, മറ്റൊരാളുടെ മുമ്പിൽ ഇത്തിരി ഒന്ന് വിനയം കാണിച്ചു പോയെങ്കിൽ അതുകൊണ്ട് നിന്റെ അന്തസ്സ് കുറഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെ. അല്ലാഹുവിന്റെ സ്ഥാനം ഉയർത്തുകയാണ്. രണ്ടാളുകൾ തമ്മിൽ തെറ്റി നടക്കുകയാണ്. തെറ്റി നടക്കുമ്പോ ആരാരും എന്ന വാശിയിൽ നടക്കുകയാണ്. എന്താ എന്നോട് മിണ്ടാൻ വരാത്ത, എന്താ എന്നോട് സലാം വരാത്ത? അപ്പൊ ഞാൻ അങ്ങോട്ടും പറയും, എന്താ എനിക്കെന്താ കുറവ്? എനിക്ക് ജോലിയില്ലേ, എനിക്ക് ശമ്പളില്ലേ, ഞാൻ എന്താ ഇവിടെ ഒന്നുമില്ലേ, ഞാനല്ല മനുഷ്യനല്ലേ. ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചു കിടക്കുക രണ്ടാളും. അങ്ങനെ മസിൽ പിടിച്ചു കിടക്കുമ്പോ ഒരാൾക്ക് തോന്നി, അള്ളാഹ്ക്ക് വേണ്ടി ഞാനെന്താണ് താഴട്ടെ, ഞാൻ കുറഞ്ഞു കൊടുക്കാം. അങ്ങനെ കണ്ടുമുട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ചിരിച്ചു. എന്താ സമാധാനം, നീ ഏത് സ്ഥാനത്താ എത്തിപ്പോയത്, എത്ര ഉന്നതങ്ങളിലാണ് നീ എത്തിപ്പോയത്. എനിക്ക് തോന്നിയില്ലേ, ഇബ്ലീസ് എന്ന ചങ്ങാതി തോന്നിപ്പിച്ചു, പോകുമ്പോഴും തോന്നിപ്പിച്ചു. എന്ത് വേണ്ട വേണ്ട, അതൊക്കെ കുറച്ചിലല്ലേ, വേണ്ട. അല്ലാഹുവിന് വേണ്ടി നീ ഒരാളുടെ മുമ്പിൽ അല്പം താഴ്ന്നു കൊടുത്തെങ്കിൽ നിന്റെ അന്തസ്സിനെ ഇല്ലാ റഫഅഹുല്ലാഹ്, അല്ലാഹ് മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തി കൊടുക്കാതിരിക്കുകയില്ല. കാരണം അസീസായ അള്ളാഹുവിന് വേണ്ടിയാണ് നീ അത് ചെയ്തത്. അസീസായ അള്ളാഹുവാണ് ഇസ്സത്ത് വിതരണം ചെയ്യുന്നത്. അവന്റെ അടുക്കൽ നിന്നുള്ള ആശിച്ചുകൊണ്ടല്ലേ നീ അത് ചെയ്തത്. അതുകൊണ്ട് അവന്റെ ഇസ്സത്തിൽ നിന്ന് നിനക്കവൻ പകർന്നു തരും. അത് നൽകാൻ അവനെ കൊണ്ടേ കഴിയൂ. അതുകൊണ്ട് അന്തസ്സും എല്ലാ നിലക്കുള്ള പ്രതാപവും ആശിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിലാണ് അന്തസ്സെന്ന് പഠിച്ചു വെച്ചോളൂ. അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത് അന്തസ്സല്ല, റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലേ അന്തസ്സുള്ളൂ. അതിലൂടെയാണ് ഇസ്സത്ത് കൈവരുന്നത് ഈ ലോകത്തും നാളെ പരലോകത്തും. ആത്യന്തികമായ എല്ലാ പ്രതാപത്തിന്റെയും ഒരാൾക്കുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പരാജയപ്പെടുത്താൻ കഴിയാത്തവണ്ണം എല്ലാ ശക്തികളുടെയും മേലെ ഉയർന്നു നിൽക്കുന്ന അതുല്യനായ പ്രതാപശാലി അൽ അസീസായ അല്ലാഹു മാത്രമാകുന്നു. അവന്റെ അടിമകളായ അബ്ദുൽ അസീസ് ആണ് നമ്മൾ. അബ്ദുൽ അസീസ് എല്ലാ പ്രതാപത്തിന്റെയും എല്ലാത്തിനെയും അതിജയിക്കുന്ന, എല്ലാത്തിന്റെയും മേലെ നിൽക്കുന്ന അതുല്യനായ പ്രതാപശാലി അൽ അസീസ് പടച്ചതമ്പുരാനാണ്. ഈ നാമങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവോട് പറയും, ഇന്നക അൻതൽ അസീസുൽ ഹകീം, പടച്ചവനെ നീയാണ് ഇസ്സത്തുള്ളവൻ, എനിക്ക് ഇസ്സത്ത് തരണം. ദുആ ചെയ്യുമ്പോൾ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന മറക്കരുത്. അല്ലാഹുവിന് അതിവിശിഷ്ടങ്ങളായ പേരുകളുണ്ട്. ഫദൂഹു ബിഹാ, ആ പേരുകൾ മുഖേന, ആ പേരുകൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിക്കണേ, നിങ്ങൾ അവനോട് ദുആ ചെയ്യണേ. ആ പേരിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ എന്താണ് ആ ചോദിച്ചത് നമ്മളെ മനസ്സിൽ തട്ടും. അതിനാണ് നമ്മൾ ഈ അല്ലാഹുവിന്റെ അസ്മാഉകളുടെ വിശിഷ്ടമായ ഈ നാമങ്ങളുടെ ആശയം പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരങ്ങളിൽ മറ്റുള്ള നാമങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. അന്തസ്സുറ്റ ഒരു ജീവിതം രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.